എടാ എനിക്ക് പേടിയാവുന്നടാ. നിന്റെ പേടി മാറും. ഞാൻ അവിടെ ഓട്ടിട്ട് വെച്ചിട്ടുണ്ട്. നോ ടെൻഷൻ. നിങ്ങൾ വാ. എന്താ ഇവിടെ നോക്കി കാണാവോ? ശോഭേ ഇനിയും പോണം. സുഖോടാ പോലിപ്പിച്ചേക്കണേ. എടാ ശബ്ദം കേൾക്കാൻ പറ്റുമോ? ഞാൻ എൻ്റെ തോളത്ര വലുതായിരുന്നടാ. തോള വലുതാക്കിയ ഞാനാണ്. നിങ്ങളെ തൽക്കാലം പോയി ഈ പുസ്തകം വായിക്കും. എടാ ഒളിഞ്ഞു നോട്ടെന്നൊക്കെ പറയുന്ന ഒരു കലയാണ്. ആ കലയ്ക്ക് പ്രായം അണ്ണ പറയാം. സുഖത്തിനല്ലോ ഞാൻ കണ്ടിട്ടെണ്ണ. നീയും പോക്കോ. അണ്ണ എന്താ അണ്ണ? ഗപ്പി ഔട്ട്. അക്കാലക്ക് ആശുവാണ് എനിക്ക്. ആ ഇടി അക്കം നീ ഔട്ടട്ടാ. ഇങ്ങോട്ട് താള ചെക്ക ഇരുട്ടി കുത്തിരിക്കാണ്ട് മക്കള് വീട്ടിൽ പോകും. അവനെ വീട്ടിൽ പിടിച്ചാൽ മതിയായിരുന്നു. പോയാ ആ പടം ഒന്ന് മനസ്സിൽ പതിപ്പിക്കാനും പറ്റിയില്ല. രാജ്യത്തായിരിക്കണോ? താൻ അടിക്കുമല്ലോ അല്ലേ? ഓ കഴിക്കൂ സാറേ. ഓ സാറേ, നമ്മളെ ഓനച്ചൻ വന്നിട്ടുണ്ട്. വിളിക്കട്ടാ? എവിടെ വിളിക്ക്? ആ ഓനച്ചോ. ഓ വാ ഓണിച്ചോ. അയ്യോ സാറേ, എന്റെ അടുത്ത് ക്ഷമിക്കണം സാറേ. അന്ന് അറിയാതൊരു അബദ്ധം പറ്റിപ്പോയതാ സാറേ. ഇനി ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാക്കൂല. ഞാൻ ഇരിക്കാം. എന്റെ അടുത്ത് ക്ഷമിച്ചെന്ന് പറ, അല്ലെങ്കിൽ ഇത് മൊത്തവും കുടിച്ച് കുപ്പിയും തിന്നു. ഓനച്ചാ, ഞാനിവിടെ ഒരു പാലം പണിയാൻ വന്നതാണ്. അതുകൊണ്ട് എനിക്കിവിടെ നിങ്ങളെപ്പോലുള്ള പൊളിറ്റീഷ്യൻസിന്റെ സഹായം വേണം. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിപ്പിച്ചത്. ഹലോ, ഒരു മിനിറ്റ്. എടോ ലാലിച്ച, താൻ കേട്ടോ എന്ത്? എന്നെ പൊളിറ്റീഷ്യൻ എന്ന് വിളിച്ചത്? ചെറുപ്പം മുതൽ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ വിളിയൊന്ന് കേൾക്കാൻ. കൊള്ളാം. ഇത് നോക്കി കൊതിവിട്ടിരുന്നോ? കൗജിൽ ഉറങ്ങിയില്ലേ? നോക്കിയിരിക്കുന്നവര് നോക്കിയിരിക്കത്തേ ഉള്ളൂ. സാറ് വരാൻ താമസിക്കും. നോക്കിയിരുന്നോ? 90 വൈകി. ചിന്നപ്പാ, അതെ, സാറ് വരാൻ ലേറ്റാവും. നമുക്ക് 2 അടിച്ചിട്ട് വെള്ളം ചേർത്തങ്ങ് വെച്ചാലോ? അല്ലെങ്കിലും വെള്ളം ചേർക്കാൻ താ പണ്ടേ മിടുക്കനാണല്ലേ? അതെ, ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അഴിമതി വീരൻ. ഒനച്ചാ, 4 പിള്ളേരും ടെൻഷനും. താനിതെപ്പോഴും പറയുന്നുണ്ടല്ലോ. ഇനി ഇത് പുറത്തു പറഞ്ഞാൽ ഈ 4 തൻ്റെ അല്ലെന്ന് ഞാൻ പൊതുജനങ്ങളടുത്ത് നിസ്സംശയം പറയും. താൻ പോയി പറ. സാറ് വെള്ളം ഒഴിച്ചു. വെള്ളം തൊണ്ടക്കുഴി കീറി. വനിത ക്രിസ്മസിലേക്ക് പപ്പ വായിച്ചില്ലേ? ഇവിടെയല്ലേ? പിന്നെ 4 ആൾക്ക് ഓരോ കട്ടൻ എടുക്കട്ടെ. കുറച്ചുകൂടെ കട്ടൻ എടുത്താലോ? ആ എടുത്തോളൂ. ഇതും കൂടെ കൂട്ടി. ഇത് 5ാമത്തെ കടന. അയാളുടെ ചിരിയൊക്കെ കാണുമ്പോൾ പെണ്ണുങ്ങളോടുള്ള താല്പര്യം കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. എന്താ സാറേ? ഏയ് ഒന്നുമില്ല. ഇത് അഴുക്ക് ചാലല്ലേ? ഇവിടെ എന്തിനാ സാറേ അഴുക്ക് ചാല്? പിന്നെ എന്തിനാ ചാല്? സാറേ ഇത് പഞ്ചായത്ത് ഉണ്ടാക്കിയ സാറേ. ഇവിടെയൊക്കെ മഴ പെയ്താൽ പെട്ടെന്ന് വെള്ളം കയറും. അങ്ങനെ മഴ പെയ്ത് വെള്ളം കയറുമ്പോ ഇതിങ്ങനെ തടഞ്ഞു നിർത്തിയ ടെൻഷൻ അടിക്കണ്ട സാറേ. ഇത് നമ്മുടെ സ്ഥലമല്ലേ, ഈശ്വര കൈകാര്യം ചെയ്യുന്നുള്ളൂ.
എന്താ എന്താ ഇവിടെ പ്രശ്നം? എന്താ ഇവിടെ കാര്യം? എന്താ ബാബാ? ഒന്നുമില്ലടാ, സാറ് ഓടാൻ വന്നതാ. പോടേക്കെ. ചെക്കന്നിട്ട് മിണ്ടരുത്, കൊല്ലും ഞാൻ. അവന്റെ മസിൽ കണ്ട. നിന്റെ പ്രായമാണോടാ എനിക്ക്? ഈശോയെ, അവനെന്നെ ഓടെ പിടിച്ച് നോക്കിയേനെ. ഞാൻ പറഞ്ഞില്ലേ ഒരു കിളവൻ, കുറച്ച് ഞരമ്പാണെന്ന് തോന്നുന്നു. ഞാൻ വിളിക്കാം. ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ, എന്ത് വേണം? എനിക്കൊരു മോളുണ്ട്, ഇപ്പൊ 12 വയസ്സായി. നിങ്ങൾക്ക് 12 വയസ്സുള്ള മോളോ? എൻ്റെ കൊച്ചുമോളാണ് ആമിന. അവൾ കുഞ്ഞായിരിക്കുമ്പോൾ ബാപ്പയും ഉമ്മയും ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. അവളെ എഞ്ചിനീയർ ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. സ്കൂൾ പഠിത്തം കഴിഞ്ഞാൽ എവിടെ ചേർക്കണം? ഇത് ചോദിക്കാനായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ചിരിച്ചു കാണിച്ചത്. ജീവജാലങ്ങളിൽ മനുഷ്യന് മാത്രമല്ലേ ചിരിക്കാനുള്ള കഴിവുള്ളൂ. അതുകൊണ്ട് ചിരിച്ചതാ. ആമിന പഠിക്കോ നന്നായിട്ട്? ക്ലാസ്സിൽ ഫസ്റ്റാണ്. അങ്ങനെയാണെങ്കിൽ 10ാം ക്ലാസ് കഴിയുമ്പോൾ എൻട്രൻസ് കോച്ചിങ്ങിന് ചേർക്കൂ. ഇത്രയേ ഉള്ളൂ? അതെ, ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ എനിക്കും അറിയാം. ഗേറ്റ് അടക്കാൻ നേരായി. തന്റെ കട്ടന് വേണ്ട ഒരു കോപ്പും വേണ്ട. കയറിക്കോളൂ. അവർക്ക് വേണോ എന്താ? ഇത്ര ചെറിയ മാറ്റർ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഡീൽ ചെയ്താൽ പോരെ? ഏയ്, അത് ശരിയാവില്ലടോ. ഒന്നുമില്ലല്ലോ, അവൻ്റെ പ്രായമെങ്കിലും ഓർക്കണ്ട ഞാൻ. അവനൊന്ന് കരയിക്കണം, കാല് പിടിപ്പിക്കണം. പിള്ളേർക്ക് ഇത്ര അഹങ്കാരം പാടില്ല. താൻ വിളിക്കടോ. എവിടെ? ഹലോ സാറേ. ആ, ലാലിച്ച എവിടെയുണ്ട്? ഞാൻ വീട്ടില് സാറേ. അവിടെ എന്താ? എൻ്റെ വീട്ടിലാ. ഓക്കെ ലാലിച്ച, സോറി 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 സോറി. എന്താ സാറേ വിളിച്ചത്? അതെ ലാലി, നമ്മുടെ ആ ഗപ്പി വളർത്തുന്ന പയ്യനില്ലേ? സാറേ ഒരു മിനിറ്റ് സാറേ. അവനൊരു മാസം എന്ത് വരുമാനം വരും? അത് സാറേ, അത് എൻ്റെ കണക്കിന് ഒരു 12,000 രൂപ കാണും സാറേ. എന്ത് സാറേ? ഓഫീസിൽ നിന്ന് അവന് ജോഡിക്ക് എത്ര രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്? 3 രൂപ സാറേ. അതിൽ 1 രൂപ ഞാനങ്ങ് എടുക്കാം. എൻ്റെ ദൈവമേ, 4 പിള്ളേരല്ലേ സാറേ. തൻ്റെ വീതം കിട്ടാതൊന്നും പുറത്തു പോയാലെന്ന് എനിക്കറിയാം. അങ്ങനെ. അത് ലാലിച്ച, താൻ ആ പയ്യനോട് പറയും ജോഡിക്ക് 50 പൈസ വെച്ച് ഇനി ഓഫീസിൽ നിന്ന് തരാൻ പറ്റത്തുള്ളൂ. എന്ത് സാറേ? അയ്യോ, വളരെ കുറഞ്ഞു പോകില്ല സാറേ 50 പൈസ. അതൊന്നും കുഴപ്പമില്ല, താനങ്ങ് പറഞ്ഞാൽ മതി.